ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ഹിൻ ക്വീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗീത് ചതുർവേദിയുടെ സബ്സെ ബഡാ ഷോമൻ എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാല ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു ജീവിതാനുഭവമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ പാഠഭാഗത്തിൻ്റെ എഴുത്തുകാരൻ ഗീത് ചതുർവേദിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ഗീത് ചതുർവേദി ഹിന്ദി കവിയും ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. ഇദ്ദേഹത്തിന് 2007 കവിതയ്ക്കുള്ള ഭാരത് ഭൂഷൺ അഗ്രവാൾ അവാർഡ് ലഭിച്ചിരുന്നു. 2014 ഫിക്ഷന് കൃഷ്ണ പ്രതാപ് അവാർഡും ലഭിച്ചിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഭോപ്പാലിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഇനി സർ ചാർലി ചാപ്ലിനെ ഒന്നറിയാം. 1889 ബ്രിട്ടനിലായിരുന്നു സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന സർ ചാർലി ചാപ്ലിൻ ജനിച്ചത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് കോമിക് നടനും ചലച്ചിത്രകാരനും സംഗീത സംവിധായകനുമൊക്കെയായിരുന്നു. നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ദ ട്രാംപ് എന്ന സ്ക്രീൻ വ്യക്തിത്വം വഴി ഇദ്ദേഹം ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി മാറി. ഇന്ന് ചലച്ചിത്ര മേഖലാ ചരിത്രത്തിലെ വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. അച്ഛനില്ലാതിരുന്നതിനാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയും ചാപ്ലിനും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ചാപ്ലിൻ സ്റ്റേജിൽ പ്രകടനം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പ്രകടനങ്ങൾക്കും സിനിമകൾക്കുമെല്ലാം ശേഷം 1918 ആയപ്പോഴേക്കും ചാപ്ലിൻ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായി മാറിയിരുന്നു. 1919 ചാപ്ലിൻ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് എന്ന വിതരണ കമ്പനിയെ സഹസ്ഥാപിച്ചു. ദ കിഡ്, എ വുമൺ ഓഫ് പാരീസ്, ദ ഗോൾഡ് റഷ്, ദ സർക്കസ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ശബ്ദചിത്രം ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ഹിറ്റ്ലറിനെ ആക്ഷേപഹാസ്യവൽക്കരിച്ച് കാണിച്ച ചിത്രമാണ്. ഇനി പാഠഭാഗത്തേക്ക് പോകാം. അതിനു മുമ്പായി പ്ലീസ് റൈറ്റ് ഡൗൺ ദീസ് വേർഡ് മീനിങ്സ്. बड़ा शौमन. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി പിറുപിറുപ്പായി മാറി. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. ആളുകൾക്ക് തോന്നിയത് മൈക്കിൽ എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ്. പക്ഷേ പിറുപിറുപ്പ് തുടരുകയായിരുന്നു. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. ആളുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങി. എവിടെ നിന്നോ കുറച്ച് ആളുകൾ മ്യാവ് മ്യാവ് എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. ഈ മാന്യമല്ലാത്ത ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്നും മാറാൻ നിർബന്ധിതയാക്കി. ഇവിടെ ചാർലി ചാപ്ലിൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഗീത് ചതുർവേദി നമുക്ക് പറഞ്ഞു തരുന്നത്. ചാപ്ലിൻ്റെ അമ്മ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ സൗണ്ട് പെട്ടെന്ന് ഇടറാൻ തുടങ്ങി. അവർക്ക് തീരെ ശബ്ദം ശരിയാക്കാൻ പറ്റാണ്ടായി. ബട്ട് ഷോ കാണാൻ വന്ന ആളുകൾക്ക് തങ്ങളുടെ സമയവും പണവും ഇങ്ങനെ പോകുന്നത് കണ്ട് ദേഷ്യം വന്നു. അവർക്ക് ഷോ കാണണം. സോ ഇവരുടെ സൗണ്ട് ഇങ്ങനെയായി ഷോ കൊളമായതിന് ഉള്ള ദേഷ്യം അവരെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കൂവി വിളിച്ചും പൂച്ചയുടെ ശബ്ദമുണ്ടാക്കിയുമെല്ലാം അവർ അവരുടെ ദേഷ്യം കാണിച്ചു. പിന്നെ വേറെ വഴിയില്ലാതെ ചാപ്ലിൻ്റെ അമ്മ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. അമ്മയുടെ അവസ്ഥ അപ്പോൾ എത്ര പരിതാപകരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അവർക്ക് ആ സമയത്ത് വളരെയധികം ടെൻഷൻ ഫീൽ ആയിട്ടുണ്ടാകും. കാരണം ആളുകളുടെ കയ്യടിയും അപ്രീസിയേഷനും അംഗീകാരവും എല്ലാമാണ് ഓരോ കലാകാരനും അല്ലെങ്കിൽ കലാകാരിയും ആഗ്രഹിക്കുക. പക്ഷെ അവിടെ നടന്ന കാര്യങ്ങൾ ഏതൊരു കലാകാരിക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അല്ലേ? സോ അതിന് അവരെന്ത് ചെയ്തെന്ന് ഇനി നോക്കാം. ചാർലിക്ക് वो अक्सर अपने साथ തിയേറ്റർ ले जाती थी. ചാർലി അവർ മിക്കവാറും തന്നോടൊപ്പം തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഉസ് ദിൻ भी पर्दे के पीछे खड़ा वो आवाज़ के तमाशे को देख रहा था. അന്നും കർട്ടന് പിന്നിൽ നിന്ന് അവൻ ശബ്ദത്തിലെ തമാശ കാണുന്നുണ്ടായിരുന്നു. മാ और മാനേജർ में बहस होते देख वह गया. അമ്മയും മാനേജറും തമ്മിൽ തർക്കം നടക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് പോയി. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की जिद करने लगा. മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുമ്പിൽ അഭിനയിക്കുന്നതായി കണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ അവനെ സ്റ്റേജിൽ അയക്കാനായി വാശി പിടിക്കാൻ തുടങ്ങി. മാ ഡർ ഗയി. അമ്മ ഭയന്നു. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുകാരനായ കുട്ടിക്ക് ഈ ഉഗ്രമായ ജനക്കൂട്ടത്തെ സഹിക്കാനാകുമോ?
ഇവിടെ ചാർലിയുടെ അമ്മയ്ക്ക് സ്റ്റേജിൽ ഇനി പെർഫോം ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ മാനേജർ ഷോ കണ്ടിന്യൂ ചെയ്യാൻ കണ്ടുപിടിച്ച മാർഗത്തെയാണ് കാണിച്ചു വരുന്നത്. ചാർലിയുടെ അമ്മയ്ക്ക് മിക്കപ്പോഴും കൂട്ടിന് ചാർലി മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ കൂട്ടി അമ്മ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാറും ഉണ്ടായിരുന്നു. സോ ചാർലി അവിടെ ഉള്ളവർക്ക് സുപരിചിതനാണ്. അന്നത്തെ ദിവസവും ചാർലി അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ശബ്ദം ഇടറുന്നതും ആളുകൾ കൂവി വിളിക്കുന്നതും എല്ലാം ചാർലി എന്ന 5 വയസ്സുകാരൻ കൗതുകത്തോടെ നോക്കി നിന്നു. അപ്പോഴാണ് അവൻ്റെ അമ്മയും മാനേജറും തർക്കിക്കുന്നത് ചാർലി കണ്ടത്. കാര്യം മറ്റൊന്നുമല്ല, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അമ്മയ്ക്കാണെങ്കിൽ ശബ്ദം ശരിയില്ല, പുറത്ത് ആർത്തു വിളിക്കുന്ന ആൾക്കൂട്ടവും ഉണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ ആരെങ്കിലും പെർഫോം ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പണവും സമയവും കളഞ്ഞതിന് ആളുകൾ ഇവരെ വെറുതെ വിടില്ല. സോ അമ്മയ്ക്ക് പകരം മറ്റൊരാൾ സ്റ്റേജിൽ കയറിയേ പറ്റൂ, പെർഫോം ചെയ്തേ പറ്റൂ. അപ്പോഴാണ് മാനേജറിന് ചാർലിയെ ഓർമ്മ വന്നത്. ചാർലി നന്നായി പെർഫോം ചെയ്യുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കൂടെ വരുമ്പോൾ നേരമ്പോക്കിനായി അമ്മയുടെ കൂട്ടുകാർക്ക് മുമ്പിൽ ചാർലി തൻ്റെ കഴിവ് കാണിക്കുന്നത് ഒരുപാട് തവണ കണ്ട മാനേജറിന് ചാർലി ഒരു ജന്മസിദ്ധ കലാകാരനെന്ന സത്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇത്തവണ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ചാർലിയുടെ കഴിവിനെയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അമ്മയ്ക്ക് പറ്റിയ പിഴവ് മകന് ഇല്ലാണ്ടാക്കാൻ കഴിയും എന്ന് അയാൾ വാശി പിടിച്ചു. ബട്ട് ചാർലിയുടെ അമ്മ കണ്ടതാണ് ആ ആൾക്കൂട്ടത്തിൻ്റെ അലമുറ. അതുകൊണ്ട് തന്നെ അവർക്ക് തൻ്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ ആ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ പേടിയായി. ഇവിടെ നമുക്ക് അമ്മയുടെ സ്നേഹം കാണാം. പക്ഷെ മാനേജർ ഒന്നും കാണാതെ അങ്ങനെ പറയുന്ന ആളായിരിക്കില്ലല്ലോ. ചാർലിയുടെ ജീവിതത്തിന് വഴിത്തിരിവ് ഒരുക്കിയ മനുഷ്യനാണ് അയാൾ. സോ ഇനി എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. बहुत मुबाहिसा के बाद वो अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कर उसे अकेला छोड़ आया. വളരെയധികം തർക്കത്തിനൊടുവിൽ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. രക്ഷപ്പെടാനായി ഏതാനും വാക്കുകൾ പറഞ്ഞ ശേഷം അവനെ സ്റ്റേജിൽ തനിച്ചു വിട്ടിട്ട് വന്നു. धुएं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. പുകപടലങ്ങളുടെ പറക്കുന്ന ചുരുളുകൾക്കിടയിൽ ചാർലി പ്രശസ്തമായ ജാക്ക് ജോൺസ് പാട്ട് പാടാൻ തുടങ്ങി. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. കുറച്ച് സമയം ഓർക്കസ്ട്രക്കാർ അവൻ്റെ വോയിസിൽ ആ പാട്ടിൻ്റെ രീതി അന്വേഷിച്ചു കൊണ്ടിരുന്നു. അത് കിട്ടിയതോടെ പാട്ട് ഭംഗിയാവാൻ തുടങ്ങി. गाना अभी आधा ही हुआ था कि स्टेज पर पैसों की बौछार शुरू हो गई. പാട്ട് പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സ്റ്റേജിൽ പണത്തിൻ്റെ വർഷം ആരംഭിച്ചു കഴിഞ്ഞു. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं ये पैसा बटोरूंगा और उसके बाद ही गाऊंगा. ചാർലി പാട്ട് നിർത്തി പ്രഖ്യാപിച്ചു, ആദ്യം ഞാൻ ഈ പൈസ പെറുക്കിയെടുക്കട്ടെ, എന്നിട്ട് അതിനുശേഷം പാടാം. इस बात ने हॉल को हंसी घर में तब्दील कर दिया. ഈ കാര്യം ഹാളിനെ ചിരിമന്ദിരമാക്കി മാറ്റി. ഇവിടെ ആദ്യമായി ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ കയറി ആളുകളെ മൊത്തം വിസ്മയിപ്പിച്ച് ആ സ്ഥലത്തെ തന്നെ ഒരു ചിരിമന്ദിരമാക്കിയ ഭാഗമാണ് പറയുന്നത്. മാനേജറിന് ചാർലിയെ സ്റ്റേജിൽ അയക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആരായിരുന്നാലും സാരമില്ല, ഇപ്പോൾ കാണികളെ എൻ്റർടൈൻ ചെയ്യിച്ചേ മതിയാകൂ. അങ്ങനെയാണ് ചാർലിയുടെ കഴിവിനെ അവിടെ ഉപയോഗിക്കാൻ മാനേജർ വാശി പിടിച്ചത്. ദേഷ്യത്തിലിരിക്കുന്ന കാണികൾ വല്ലതും ചെയ്യുന്നതിന് മുമ്പേ വേറൊരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. സോ അവിടെ അപ്പോൾ ഉണ്ടായ ചാർലിയെ തന്നെ അയാൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഒടുവിൽ അയാളുടെ വാശിക്ക് മുമ്പിൽ ചാർലിയുടെ അമ്മയ്ക്കും സമ്മതിക്കേണ്ടി വന്നു. കാരണം അപ്പോൾ അവിടെ കാര്യങ്ങൾ ശാന്തമാക്കാൻ വേറെ വഴിയില്ലായിരുന്നു. 5 വയസ്സുള്ള അവൻ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്നു. എന്തായിരിക്കും അപ്പോൾ അവൻ ചിന്തിച്ചിരിക്കുക? എന്തിനായിരിക്കും അമ്മ പാട്ട് നിർത്തി എന്ന് സ്റ്റേജിലേക്ക് വിട്ടത് എന്നായിരിക്കും അവൻ്റെ ആദ്യ ചിന്ത, അല്ലേ? ഇത്രയ്ക്കും വലിയ ആൾക്കൂട്ടത്തിനു മുമ്പേ ഞാൻ എന്ത് ചെയ്യും എന്നൊരു നിമിഷം പേടിച്ചു പോയിട്ടുണ്ടാകും കൊച്ചു ചാർലി. ബട്ട് അവനോട് അമ്മയും മാനേജറും പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാടിയേക്കാം എന്ന് വിചാരിച്ച് അവൻ പാടിയിട്ടുണ്ടാകും. കാരണം ഒരു 5 വയസ്സുകാരന് അതിൽ കൂടുതലൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയും ഒന്നും ആയിട്ടില്ലല്ലോ. ബട്ട് ചാർലി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ജന്മസിദ്ധമായ കഴിവുള്ള കുട്ടിയായിരുന്നു അവൻ. അത്രയ്ക്കും ദേഷ്യത്തിലുണ്ടായിരുന്ന ആളുകളുടെ മുമ്പിൽ പോയി ഒരു 5 വയസ്സുകാരൻ വളരെ അനായാസമായി പാട്ട് പാടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം. കാരണം പെട്ടെന്ന് ഒരാൾ വന്ന് സ്റ്റേജിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുവിധം എത്ര ധൈര്യമുള്ളവർക്കായാലും പേടിച്ച് മുട്ടിടിക്കും. ബട്ട് ചാർലി വാസ് എ ടാലൻറ്റഡ് വൺ. ഹി വാസ് ബോൺ ടു പെർഫോം. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ട്യൂൺ ക്യാച്ച് ചെയ്യാൻ ഓർക്കസ്ട്ര ടൈം എടുത്തുവെങ്കിലും പിന്നെ നല്ല കൂളായ ഓർക്കസ്ട്രയോടൊപ്പം അവൻ പാട്ടുപാടി. ചാർലി എത്ര നന്നായി പാടി എന്നത് കാണികളുടെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അത്രയും ദേഷ്യത്തിലുണ്ടായ കാണികൾ പണം കൊണ്ട് വർഷിക്കണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, എത്ര മനോഹരമായിരിക്കും ആ ഗാനം എന്ന്. ബട്ട് അവിടെ ചാർലി എന്ന പാട്ടുകാരനെ മാത്രമല്ല എല്ലാവരും കണ്ടത്. പണം വന്നു വീഴുന്നത് കണ്ടപ്പോൾ 5 വയസ്സുള്ള ചാർലി എത്രയും പെട്ടെന്ന് അത് പെറുക്കിയെടുക്കാനാണ് ഒരുങ്ങിയത്. ഒരു കൊച്ചു പയ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ നിഷ്കളങ്കത അവിടെ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ ചിരിക്ക് കാരണമായി. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അത് അവൻ്റെ ദാരിദ്ര്യം മൂലമായിരുന്നു എന്ന് പലർക്കും മനസ്സിലായില്ല. ബട്ട് അന്ന് അവർക്കത് കാരണം അവന് നല്ലൊരു കൊമേഡിയനെയും കൂടി കണ്ടു. സോ ഇനി ബാക്കി നോക്കാം. तब तक मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. അപ്പോഴേക്കും മാനേജർ ഒരു കർച്ചീഫുമായി വന്നു എന്നിട്ട് പണം ശേഖരിക്കാൻ തുടങ്ങി. ചാർലി को लगा कि मैनेजर खुद पैसे रख लेना चाहता है. ചാർലിക്ക് തോന്നിയത് മാനേജർ സ്വന്തമായി പണം കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. उसने यह बात शिकायती लहजे में दर्शकों से कह दी. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैकस्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. അവൻ ഈ കാര്യം പരാതി നിറഞ്ഞ ശബ്ദത്തിൽ കാഴ്ചക്കാരോട് പറഞ്ഞു. കർച്ചീഫിന്റെ പൊതിയിൽ പണം കെട്ടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറുടെ പിന്നാലെ ചാർലി വ്യാകുലതയോടെ കൂടിയപ്പോൾ ചിരി വർദ്ധിച്ചു. जब तक मैनेजर ने वह पोटली माँ के हवाले नहीं की वह नहीं लौटा. മാനേജർ ആ പൊതി അമ്മയെ ഏൽപ്പിക്കും വരെ അവൻ തിരിച്ചു വന്നില്ല. ചാർലിനെ ജനത മേ ഗുദ്ഗുദി ഫൈലാ ദീ थी. ചാർലി ജനങ്ങളിൽ ആഹ്ലാദം പരത്തിയിരുന്നു. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया और अपनी माँ सहित कई गायकों की नकल उतारी. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज़ और उसकी फुसफुसाने की भी नकल उतार दी. അതിനുശേഷം അവൻ കാഴ്ചക്കാരോട് സംസാരിച്ചു, നൃത്തം ചെയ്തു, തൻ്റെ അമ്മ ഉൾപ്പെടെ പല പാട്ടുകാരെയും അനുകരിച്ചു. നിഷ്കളങ്കതയിൽ അല്പം മുമ്പ് അമ്മയുടെ ഇടറിയ ശബ്ദവും അവരുടെ കുശുകുശുപ്പും വരെ അനുകരിച്ചു. लोगों में ठहाकों की हिस्सेदारी हुई और സ്റ്റേജ് पर जमकर पैसे बरसे. ആളുകൾ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. സ്റ്റേജിലേക്ക് തുടരെ പണം വർഷിക്കപ്പെട്ടു. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അവസാനം അമ്മ അവനെ കൂട്ടാനായി വന്നപ്പോൾ കാഴ്ചക്കാർ വളരെ നേരം എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. പലരും അമ്മയുടെ കൈ പിടിച്ചു കുലുക്കി അവരുടെ ചെറിയ മകനെ പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് पर पहली बार आया और माँ आखिरी बार. ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു, അമ്മ അവസാനമായും. दुनिया के सबसे बड़े शोमैन का यह पहला शो था. उसने जन्म ले लिया था. ലോകത്തെ ഏറ്റവും വലിയ ഷോമന്റെ ആദ്യ ഷോ ആയിരുന്നു ഇത്. അയാൾ ജന്മം കൊണ്ടു കഴിഞ്ഞിരുന്നു. ഇവിടെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസം ഉണ്ടായ കഥയുടെ അവസാന ഭാഗമാണ് പറയുന്നത്. ചാർലി തൻ്റെ ഇന്നസെൻസ് കൊണ്ട് ആ ഹാളിലെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. പാട്ടുപാടി ആദ്യം അവരെ സന്തോഷിപ്പിച്ച അവൻ പിന്നെ പാട്ട് പകുതിക്ക് വെച്ച് നിർത്തി. അവിടെ വീണ പണം പെറുക്കിയിട്ട് ബാക്കി പാടാം എന്ന് പറഞ്ഞതും മാനേജർ പണം എടുത്ത് പെറുക്കി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അയ്യോ, ഇയാൾ തനിക്ക് കിട്ടേണ്ട പണം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് വിചാരിച്ച് അയാളുടെ പിന്നാലെ നടന്നതുമെല്ലാം ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ചെയ്തത്. വെറും 5 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അവനും ചെയ്തത്. പക്ഷെ അതിലുണ്ടായിരുന്ന അവൻ്റെ ഇന്നസെൻസ് ആണ് ആളുകൾക്ക് ഏറെ ഇഷ്ടമായത്. പിന്നെ അവൻ കാണികളോട് സംസാരിക്കുകയും ചെയ്തു. ആർക്കാണല്ലേ ഒരു കുട്ടിക്കുറുമ്പും കൊച്ചുമിടുക്കനോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തത്? അതുമല്ല, അവന് അവിടെ ഡാൻസ് കളിച്ചു. പിന്നെ അവൻ്റെ അമ്മയെ മുതൽ ബാക്കി കാണികളെല്ലാം അനുകരിച്ചു. അവൻ്റെ അമ്മയുടെ ശബ്ദം ഇടറുന്നതും കുശുകുശുപ്പായി മാറുന്നതുമെല്ലാം അനുകരിച്ചപ്പോൾ അവിടം ഒരു ചിരിയുടെ പടക്കത്തിന് തീ കൊടുത്ത പോലെയായിരുന്നു. ബാക്കി പാട്ടുകാരെയും അമ്മയും എല്ലാവരെയും അവൻ അനുകരിച്ചു. എല്ലാവരും മനസ്സറിഞ്ഞു ചിരിച്ചു. അവരുടെ സന്തോഷം അവർ പണം കൊണ്ട് വർഷിച്ചും അമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ്സ് കൊടുത്തും മകനെ പ്രശംസിച്ചും കാണികൾ അറിയിച്ചു. ചാർലി ചാപ്ലിൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിസ്സഹായ അവസ്ഥ കാരണമാണ് ചാർലി എന്ന കൊച്ചുമിടുക്കന് സ്റ്റേജിൽ കയറേണ്ടി വന്നത്. അത് ചാർലിയുടെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് ആണ് എന്ന പോലെ തന്നെ ചാർലിയുടെ അമ്മയുടെ അവസാന സ്റ്റേജ് പെർഫോമൻസും കൂടിയായി മാറി. കാരണം അതിനുശേഷം ചാർലി ഒരു താരമായി മാറി. അവിടെ 5 വയസ്സിൽ ചാർലി നടത്തിയ ആ പെർഫോമൻസ് ആണ് ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായ ചാർലി ചാപ്ലിൻ്റെ ഫസ്റ്റ് ഷോ. That was the very first show of the world's best showman. അന്നത്തെ ആ പെർഫോമൻസിന് ശേഷമാണ് ചാർലി ഒരു ഷോമാനായി ലോകം കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം
5-ാം വയസ്സിൻ്റെ നിഷ്കളങ്കതയിൽ ചാർലി പെർഫോം ചെയ്ത ആ ഷോയിലാണ് ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസം ജന്മം കൊണ്ടത് എന്ന്. So that's all about this chapter, Sabse Bada Showman by Geet Chaturvedi. Please ask your doubts in the comment section. Thank you all for watching. Have a great day. Stay safe and please subscribe, like, comment and share this video with your friends. Bye.